IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തെ പൊതുജനം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് രാജ്യം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. രാജ്യത്തിനകത്ത് നിന്ന് ഒരുപാട് കമന്റുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴിതാ അന്താരാഷ്ട്ര നാണ്യനിധി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ അവസ്ഥ അതീവ പരിതാപകരം എന്ന്. അതായത് ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ശക്തമായ കടുത്ത ദാരിദ്ര്യത്തിലേക്കും രാജ്യം കടന്നു പോകുമെന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര നാണ്യനിധി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വ്യക്തമായ ഇടപെടലുകൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായ പഠനം നടത്തി കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഇതിനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഇന്ത്യ നേരിടുക എന്നാണ് IMF വ്യക്തമാക്കുന്നുള്ളത്. IMFന്റെ വക്താവ് ഗറി റൈസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോർപ്പറേറ്റ് മേഖലയിൽ ബാധിച്ച കടുത്ത പ്രതിസന്ധി, ആ പ്രതിസന്ധി രാജ്യത്തെ തന്നെ ഇല്ലാതാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വായ്പ ബാങ്ക് മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. വായ്പ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കാതെ പോയി, ബാങ്ക് ഇടപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ രാജ്യത്തെ ശക്തമായ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് IMFന്റെ വക്താവായിട്ടുള്ള ഗറി റൈസ് വ്യക്തമാക്കുന്നുള്ളത്. ഇത് പൊതുജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഉത്തരേന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ഇത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വന്നിട്ടില്ല. അതൊക്കെ അവരുടെ ഒരു വലിയ പരാജയമാണ്. വിദ്യാസമ്പന്നരല്ലാത്ത ജനങ്ങൾക്ക് ഇതിന്റെ ആദ്യ തിരിച്ചടികൾ വ്യക്തമായി മനസ്സിലാവുകയില്ല. അത് പൊതുജനങ്ങളിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യം എത്തിയാൽ മാത്രമേ പൊതുജനങ്ങൾക്ക്, ഉത്തരേന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് BJPക്ക് ഒരു വലിയ ഗുണം തന്നെയാണ്. അവർക്കിടയിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നത് പോലെയല്ല രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുക. അത് ആഴത്തിലുള്ള പഠനം നടത്തിയാൽ മാത്രമേ, ആഴത്തിലുള്ള വിശകലനങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അതിന്റെ വ്യക്തത ഒരാൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ വ്യക്തത ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തെ അകത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ മറ്റുള്ളവരോ അല്ല, മറിച്ച് അന്താരാഷ്ട്ര നാണ്യനിധിയാണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കി മുന്നോട്ട് വരുന്നത്. ഇത് മോദി സർക്കാരിന്റെ വലിയ പരാജയം തന്നെയാണ്, നിരുത്തരവാദിത്തത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞ് സമയം കളയുന്നതിനൊക്കെ അപ്പുറത്ത് വ്യക്തമായ ഇടപെടൽ അനിവാര്യമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ധനകാര്യ വിദഗ്ധന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെയെങ്കിലും തടുത്തു നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. BJP ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിസ്സാര കാര്യമാണല്ലോ എന്നുള്ളത്. പക്ഷേ അത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ. മണ്ടന്മാരായിട്ടുള്ള മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ കൂടിയാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയതെന്ന് BJPയിൽ നിന്ന് പോലും ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ധനകാര്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആവശ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് നമുക്ക് വ്യക്തമാകുന്നത് അന്താരാഷ്ട്ര നാണ്യനിധി പോലും ഈ വിഷയത്തിൽ ഇടപെടുമ്പോഴാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.